ഇപ്പൊ പറയാണ് മോഡിയുടെ ഗ്യാരണ്ടി. എന്ത് ഗ്യാരണ്ടിയാ? വാക്കെന്ന് പറഞ്ഞാൽ വാക്കായിരിക്കണം. പ്ലീസ് മിണ്ടായിരുന്നു മുമ്പിൽ. നമുക്കറിയാം ഇപ്പോൾ ഈ പ്ലീസ് ഗുരുവായൂരിൽ കല്യാണത്തിന് വന്ന ഈ പ്രധാനമന്ത്രി മോഡി മണിപ്പൂരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയോ? വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിന്റെ തെരുവീതികളിലൂടെ നിർഭയം കടന്നു എന്ന് ഒരാൾ കുഞ്ഞുങ്ങളെയും പാവങ്ങളെയും ചേർത്ത് പിടിച്ച് അവരെ സമാശ്വസിപ്പിച്ചു. ശ്രീ രാഹുൽ ഗാന്ധി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു, പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറഞ്ഞോ? 100 രൂപ കടന്നു, 300% അപ്പുറത്തേക്ക് പോയി. 10 കൊല്ലം അധികാരത്തിൽ പൂർത്തിയാകുന്ന നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഭിന്നിപ്പിച്ചു, അവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം കൊയ്തെടുത്ത് വിജയം വരിക്കാൻ, അധികാരം തുടരാൻ അവരാഗ്രഹിക്കുന്നു. നാടിൽ മുഴുവൻ ന്യൂനപക്ഷങ്ങളെ ശത്രുക്കളാക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ ഈ സമീപകാലത്ത് ക്രിസ്മസിന് BJP പ്രവർത്തകർ കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിച്ചു. എന്താണ് ദേശീയ തലത്തിലെ സ്ഥിതി? രാജ്യത്ത് 100 കണക്കിന് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ക്രൈസ്തവ ദേവാലയങ്ങൾ. 100 കണക്കിന് വൈദികരും പാസ്റ്റർമാരും ജയിലുകളിലാണ്. നിരവധി ദേവാലയങ്ങളിലെ ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തി. മണിപ്പൂരിൽ 254 ക്രൈസ്തവ ദേവാലയങ്ങൾ ചുട്ടുകരിക്കപ്പെട്ടു, മതസ്ഥാപനങ്ങൾ കത്തിച്ചു, 100 കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി, പലരെയും പച്ചയോടെ കത്തിച്ചു. 10,000 കണക്കിന് പേർ, സ്ത്രീകളും വൃദ്ധന്മാരും ജീവൻ രക്ഷിക്കാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്തു. നടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായി മണിപ്പൂരിൽ. ഈ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനമല്ലേ? ഗുരുവായൂരിൽ കല്യാണത്തിന് വന്ന ഈ പ്രധാനമന്ത്രി മോഡി മണിപ്പൂരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയോ? ഈ രാജ്യത്തൊരു സംസ്ഥാനമല്ലേ? പോയോ? ആരാ പോയത് അവിടെ? അവിടെ പോയത് വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിന്റെ തെരുവീതികളിലൂടെ നിർഭയം കടന്നു എന്ന് ഒരാൾ കുഞ്ഞുങ്ങളെയും പാവങ്ങളെയും ചേർത്ത് പിടിച്ച് അവരെ സമാശ്വസിപ്പിച്ചു. ശ്രീ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി മാത്രമാണ് അവിടെ പോയത്. കോൺഗ്രസ് ആണ് അവരുടെ കൂടെ ഉണ്ടായത്, അവരെ ചേർത്ത് പിടിച്ചത്. ഇതെല്ലാം ചെയ്യുന്ന ആളുകളാണ് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെ ക്രൈസ്തവ ഭവനങ്ങളിലെത്തി കേക്ക് നൽകുന്നത്. ക്രൈസ്തവരുടെ വോട്ട് വേണം. ഇവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്? യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ പറയാണ് മോഡിയുടെ ഗ്യാരണ്ടി. എന്ത് ഗ്യാരണ്ടിയാ? വാക്കെന്ന് പറഞ്ഞാൽ വാക്കായിരിക്കണം. പ്ലീസ് മിണ്ടായിരുന്നു മുമ്പിൽ. വാക്കെന്ന് പറഞ്ഞാൽ വാക്കായിരിക്കണം. വാക്ക് പഴയ ചാക്കാവൻ. 2014 ഇന്നു കുറെ ഗ്യാരണ്ടി കൊടുത്തു, കുറെ ഗ്യാരണ്ടി. ഇപ്പൊ മോഡി ഗ്യാരണ്ടി അല്ല പറയുന്നത്. ആദ്യത്തെ ഗ്യാരണ്ടി എന്താ നിങ്ങൾ ഓർക്കണ്ടോ? പാചകവാതകത്തിന്റെ വില കുറയ്ക്കും. കുറച്ചോ? 400 രൂപയുണ്ടായിരുന്ന പാചകവാതകത്തിന് 1200 രൂപയായി, 300% വില വർധനവ്. ഒന്നാമത്തെ ഗ്യാരണ്ടി. രണ്ടാമത്തെ ഗ്യാരണ്ടി പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കും. കുറച്ചോ? അന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില മാക്സിമം ആയിരുന്നു. എന്നിട്ട് പോലും അന്ന് ഇന്ത്യയിൽ 35-40 രൂപയായിരുന്നു പെട്രോളിന്റെയും ഡീസലിന്റെയും വില. ഇപ്പൊ എത്രയാ? ഇപ്പോ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു, പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറഞ്ഞോ? 100 രൂപ കടന്നു, 300% അപ്പുറത്തേക്ക് പോയി. രണ്ടാമത്തെ ഗ്യാരണ്ടി. മൂന്നാമത്തെ ഗ്യാരണ്ടി എന്താ? വിദേശത്ത് നിന്ന് കള്ളപ്പണം തിരിച്ചു കൊണ്ടുവന്ന് ആ കള്ളപ്പണം വീതം വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും പോക്കറ്റിലേക്ക് 15 ലക്ഷം രൂപ വെച്ച് തരും. കിട്ടിയോ?
15 ലക്ഷം രൂപ എവിടെ പോയി? മൂന്നാമത്തെ ഗ്യാരണ്ടി. നാലാമത്തെ ഗ്യാരണ്ടി ഉണ്ട്. എന്താ ഗ്യാരണ്ടി? തൊഴിലില്ലായ്മ പൂർണ്ണമായി പരിഹരിക്കും. നമ്മുടെ എംപിമാർ പാർലമെന്റിൽ ചോദിച്ച ഉത്തരത്തിന്റെ മറുപടി ഉണ്ട്. മോഡി സർക്കാർ തന്നെ കൊടുത്ത മറുപടി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ നിൽക്കുന്ന സമയം ഈ കഴിഞ്ഞ 5 വർഷമാണ്.